Good morning to all of you. Today we are going to talk about types of customs duty. Specific duty. A duty assessed on an article of a given kind at a flat rate per unit of quantity, such as a ton, bushel or yard, without individual appraisal. അതായത് ഗുഡ്സിൻ്റെ ക്വാണ്ടിറ്റിക്ക് ഫ്ലാറ്റ് റേറ്റിൽ ഡ്യൂട്ടി അസസ് ചെയ്യുന്നതിനെയാണ് സ്പെസിഫിക് ഡ്യൂട്ടി എന്ന് പറയുക. ഉദാഹരണത്തിന് 1 ലിറ്റർ ഫ്യൂവലിന് സ്പെസിഫിക് ഡ്യൂട്ടി എന്ന് പറയുന്നത് $24 ആണ്. ഇനി അത് ആഡ് വോളിയം ബേസിസിലാണ് എങ്കിൽ ഗുഡ്സിൻ്റെ വാല്യൂവിൻ്റെ അടിസ്ഥാനത്തിലാണ് എങ്കിൽ ആ ഗുഡ്സിൻ്റെ കോസ്റ്റ് ഇൻഷുറൻസ് ആൻഡ് ഫ്രൈറ്റിൻ്റെ 10% ആണ് വരിക. അത് ഓരോ സമയത്തും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും കോസ്റ്റ് ഇൻഷുറൻസ് ഫ്രൈറ്റ്. ആ കോസ്റ്റ് ഇൻഷുറൻസ് ഫ്രൈറ്റിൻ്റെ 10% ആണ് ആൾ വോളിയം ഡ്യൂട്ടി അനുസരിച്ച് വരിക. എന്നാൽ സ്പെസിഫിക് ഡ്യൂട്ടി എന്ന് പറയുക ഗുഡ്സിൻ്റെ പെർ യൂണിറ്റ് ക്വാണ്ടിറ്റിക്ക് ഫ്ലാറ്റ് റേറ്റിൽ ഡ്യൂട്ടി അസസ് ചെയ്യുന്നതിനെയാണ് സ്പെസിഫിക് ഡ്യൂട്ടി എന്ന് പറയുക. Ad valorem duty. An ad valorem duty is a fixed percentage of the value of the goods that are being imported. In Latin expression, ad valorem means according to the value. Import duties or taxes expressed as a percentage of value. For example, the import duty for a product classified under Harmonized System Nomenclature HSN 220421 is 4.5% of the customs valuation. Special additional duty. ഇമ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിന് ചുമത്തുന്ന അഡീഷണൽ ഡ്യൂട്ടിയാണ് സ്പെഷ്യൽ അഡീഷണൽ ഡ്യൂട്ടി എന്ന് പറയുക. അതായത് ഇമ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിൻ്റെ പ്രൈസ് ലോക്കൽ മാർക്കറ്റിൽ വിൽക്കുന്ന പ്രോഡക്റ്റിനേക്കാൾ കുറവാണെങ്കിൽ ലോക്കൽ സെല്ലേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയും ഇമ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിൻ്റെ പ്രൈസും ലോക്കൽ മാർക്കറ്റിലെ ഗുഡ്സിൻ്റെ പ്രൈസും തുല്യമാക്കുന്നതിനും വേണ്ടി ഇമ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിന് ചാർജ് ചെയ്യുന്ന എക്സ്ട്രാ ഡ്യൂട്ടിയാണ് സ്പെഷ്യൽ അഡീഷണൽ ഡ്യൂട്ടി എന്ന് പറയുക. ഇങ്ങനെ ചാർജ് ചെയ്യുന്ന സ്പെഷ്യൽ അഡീഷണൽ ഡ്യൂട്ടി ഇമ്പോർട്ടർക്ക് ഗുഡ്സിൻ്റെ സെയിൽസിന് ശേഷം ഇമ്പോർട്ടിംഗ് കൺട്രിയിൽ നിന്നും റീഫണ്ട് ആയി സ്വീകരിക്കാവുന്നതുമാണ്.
Special additional duty is the duty paid on the imported goods. The importer could claim for the refund of the special additional duty after the subsequent sale of the imported goods. Special additional duty is levied on imports to ensure that local sellers do not lose out on competition. That is, special additional duty is levied due to the reason that imports are cheap compared to price charged by local manufacturer. Thus, to ensure both the imports and local prices are equal, special additional duty is levied to counterbalance the GST payable by local manufacturers. കോമ്പൗണ്ട് ടാരിഫ്. കോമ്പൗണ്ട് ടാരിഫ് എന്ന് പറയുക സ്പെസിഫിക് ഡ്യൂട്ടിയുടെയും ആഡ് വലേറിയം ഡ്യൂട്ടിയുടെയും ഒരു കോമ്പിനേഷനാണ്. സ്പെസിഫിക് ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ ഗുഡ്സിൻ്റെ ക്വാണ്ടിറ്റിയുടെ അഥവാ ഗുഡ്സിൻ്റെ ക്വാണ്ടിറ്റിക്ക് ഒരു ഫ്ലാറ്റ് റേറ്റ് ഡ്യൂട്ടി ചാർജ് ചെയ്യുന്നു. അപ്പോൾ ഒരു ഫിക്സ്ഡ് എമൗണ്ട് വരുന്നു. അതുപോലെ തന്നെ ആഡ് വലേറിയം ഡ്യൂട്ടിയിൽ ആ ഗുഡ്സിൻ്റെ വാല്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ ഡ്യൂട്ടി ചാർജ് ചെയ്യുന്നു. അങ്ങനെ ക്വാണ്ടിറ്റിയുടെ അടിസ്ഥാനത്തിൽ ചാർജ് ചെയ്യുന്ന ഡ്യൂട്ടിയും ഗുഡ്സിൻ്റെ വാല്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ ചാർജ് ചെയ്യുന്ന ഡ്യൂട്ടിയും കൂടിച്ചേരുന്ന ഡ്യൂട്ടിയാണ് കോമ്പൗണ്ട് ടാരിഫ് എന്ന് പറയുക. A tax on imported goods that is a combination of a fixed amount and an amount based on the value of the goods. It is blend of specific and ad valorem duty. Example: processed cherry products in the US were protected at the time by a compound tariff of 6.9 cents per kilogram plus 4.5% of the product price. സോഷ്യൽ വെൽഫെയർ സർചാർജ്, അതായത് ഒരു രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനും സോഷ്യൽ സെക്യൂരിറ്റിക്കും വേണ്ടിയിട്ട് കസ്റ്റംസ് ഡ്യൂട്ടിയോടൊപ്പം അഡീഷണലായി ചാർജ് ചെയ്യുന്ന ഡ്യൂട്ടിയുടെ ഭാഗമാണ് സോഷ്യൽ വെൽഫെയർ സർചാർജ് എന്ന് പറയുക. ഇത് 2018 പ്രാബല്യത്തിൽ വന്നത്. ഇത് അഗ്രിഗേറ്റ് ആയിട്ടുള്ള കസ്റ്റംസ് ഡ്യൂട്ടിയുടെ 10% സോഷ്യൽ വെൽഫെയർ സർചാർജായി ചാർജ് ചെയ്യുക. Social welfare surcharge has been introduced for the first time under the Finance Act 2018. It is an additional charge on import of goods being levied as per the Finance Bill 2018 to fulfill the commitment of the Government of India to provide and finance the education, health and social security. The social welfare surcharge will be calculated at the rate of 10% on the aggregate of duties, taxes and cesses which are levied and collected by the central government under Section 12 of the Customs Act 1962. 2019 ബഡ്ജറ്റ് അനുസരിച്ച് കസ്റ്റംസ് ഡ്യൂട്ടിയിലൂടെ ഡൊമസ്റ്റിക് പ്രൊഡക്ഷന് കൂടുതൽ ഇൻസെൻറ്റീവ് നൽകുവാനും
അതുപോലെ തന്നെ അഡീഷണൽ റവന്യൂ നേടുന്നതിനും വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ക്ലീൻ എനർജി പ്രൊമോഷന് വേണ്ടിയും ഡൊമസ്റ്റിക് റവന്യൂ റേസ് ചെയ്യുന്നതിനും ആവശ്യമായിട്ടുള്ള മുൻകരുതലുകളും കസ്റ്റംസ് ഡ്യൂട്ടിയുടെ ഒബ്ജക്റ്റീവ്സിൻ്റെ ഭാഗമായി സ്വീകരിച്ചിട്ടും ഉണ്ട്.